പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഞങ്ങൾക്കൊരു പങ്കുമില്ല, അക്രമം മുഴുവൻ നടത്തിയത് MSFും KSU ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ വലതുഭാഗത്തിരുന്ന എസ്എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖ് എന്ന് നിങ്ങളെ അദ്ദേഹം തന്നെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹം വടി പിടിച്ച് പട്ടിക പിടിച്ച് കുട്ടികളെ തല്ലാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രമാണ്. അവിടെ കണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ചറ്റത്തിന് ചെയ്തിട്ട് ഓൻ തന്നെ മുന്നിക്ക് വരികയാണ് എന്ന് വെച്ചാൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ട കാര്യം എന്താ? കൂടെ ഇരിക്കുന്ന ആളുകൾ അതിന് വടിയെടുത്ത് കുട്ടികളുടെ തല തല്ലി പൊളിക്കാൻ പോയ ആളുകളെ കൂടെ ഇരുത്താതിരിക്കാനുള്ള ഒരു മര്യാദ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമായിരുന്നു എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട് ബാലറ്റിൽ നമ്പർ ഇല്ലല്ലോ എന്ന് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബാലറ്റിന് നമ്പർ വേണ്ട, അങ്ങനെ ഒരു അസാധാരണ തീരുമാനം അവിടെ ഉണ്ടായതിന്റെ ഭാഗമായാണ് ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് മാത്രമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ബാലറ്റിന് എവിടെയാണെങ്കിലും ബാലറ്റ് നമ്പറൊക്കെ വേണം. ആ ബാലറ്റുമായി ബന്ധപ്പെട്ട് ആ ബാലറ്റുകളിൽ ഒരു ക്രമക്കേടും നടക്കാൻ അവിടെ ഒരു സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിക്കുന്നവർ അന്നുണ്ടല്ലോ, ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതിന് തെളിവുണ്ടാകും. ഞങ്ങൾക്കതിന് തെളിവുണ്ടാകണം എന്നാ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ഇത് അവിടെ ഉപയോഗിച്ച ബാലറ്റാണ്. ഈ ബാലറ്റിൽ എവിടെയാണ് നിങ്ങൾ നമ്പർ കണ്ടത്? നിങ്ങൾ പറ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വോട്ട് ചെയ്ത അവിടെ ഉണ്ടായിരുന്ന ബാലറ്റാണ്. ആ ബാലറ്റിൽ എവിടെയാണ് സീരിയൽ നമ്പർ ഉള്ളത്? എവിടെയും സീരിയൽ നമ്പർ ഇല്ല. എസ്എഫ്ഐയുടെ സെക്രട്ടറി നിങ്ങളോട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് അതിന് തെളിവുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നാണ്. ഇത് അതിന്റെ തെളിവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇതിലെവിടെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സീരിയൽ നമ്പർ കാണാൻ വേണ്ടി കഴിയുക? സീരിയൽ നമ്പർ ഇല്ല. ഇനി യഥാർത്ഥത്തിൽ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത്? വളരെ കൃത്യമായി പറയാം. ഞാൻ ആമുഖമായി ആദ്യം തന്നെ പറയുന്നു, എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കല്ലുവെച്ച നുണ പറഞ്ഞ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മാധ്യമ സുഹൃത്തുക്കളോട് കള്ളം പറയുകയാണ്. എനിക്ക് അത്ഭുതപ്പെടുത്തിയത് പട്ടികയെടുത്ത് കുട്ടികളുടെ തലതല്ലി പൊളിച്ച ഒരു ക്രിമിനലായ സംസ്ഥാന ഭാരവാഹിയെ വലതുഭാഗത്ത് ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല എന്ന്. നിരവധിയായ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾ മുഴുവൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഈ സമയത്ത് സമയ കുറവുള്ളത് കൊണ്ട് മുഴുവൻ കാണിക്കാത്തതാണ്. ഒരു ഉദാഹരണ വീഡിയോ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സംഭവിച്ചത്? സർവകലാശാലയിൽ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും നടക്കുന്നത് പോലെ 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ സർവകലാശാല 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഒരു തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടികയിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ SFIക്കാർക്ക് വോട്ടുണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണ് 22/9/2025 വൈസ് ചാൻസലർ ഓഫീസിൽ റിസീവ് ചെയ്ത കോപ്പിയാണ്. ഈ കോപ്പി ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറായി. പരിശോധിച്ചപ്പോൾ അക്കാദമിക് ഇയർ പൂർത്തീകരിച്ച് പഠനം പൂർത്തീകരിച്ച് പോയ SFI നേതാക്കന്മാർക്ക് പ്രവർത്തകന്മാർക്ക് വോട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസിലും 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ DSUവിൽ മാത്രം 10-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന് തെളിവ് സഹിതം ഞങ്ങൾ പരാതി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞു അത് പരിശോധിച്ച് വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണം എന്ന് VC ഓർഡർ കൊടുത്തു. അതിനടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു. ഈ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് പരിശോധിച്ച ശേഷം അതാണ് 9-ാം തീയതി നടക്കേണ്ട തിരഞ്ഞെടുപ്പ് 10-ാം തീയതിയിലേക്ക് നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ആ ഘട്ടത്തിൽ അവിടെ റിട്ടേണിംഗ് ഓഫീസർമാരായി 2 പേരെ ചുമതലപ്പെടുത്തി. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് ഞങ്ങൾ ചോദിച്ചു ആരാണ് ഈ റിട്ടേണിംഗ് ഓഫീസർ? വൈസ് ചാൻസലർ ഒരു ഓർഡർ ഇപ്പോഴും യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടില്ല ആരാണ് റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നത് ആ റിട്ടേണിംഗ് ഓഫീസർമാരായ 2 പേർ, ആ 2 പേർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് സതീഷ് പാലങ്കി എന്നാണ് മെയിൻ റിട്ടേണിംഗ് ഓഫീസറുടെ പേര്. ഇത് അയാളുടെ ഫേസ്ബുക്ക് പേജാണ്. SFIയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ പ്രചരിപ്പിച്ച പോസ്റ്ററിന്റെ കോപ്പിയാണ് ഞാൻ മുമ്പ് കാണിക്കുന്നത്. രണ്ടാമത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സുഹൈർ KP എന്നതാണ്. ഇത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അയാൾ SFIയുടെ സംസ്ഥാന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അവിടുത്തെ SFIയുടെ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് 2019 അദ്ദേഹം അവിടുത്തെ യൂണിയൻ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട പോസ്റ്റർ അതിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ പോസ്റ്ററാണ്. എന്ന് വെച്ചാൽ ചുമതലപ്പെടുത്തിയ റിട്ടേണിംഗ് ഓഫീസർമാർ 2 പേരും, ഒന്ന് ഈ നേരത്തെ പറഞ്ഞ സതീഷ് പാലങ്കി ആയാലും സുഹൈർ ആയാലും നല്ല കറകളഞ്ഞ SFIക്കാരാണ് എന്ന ബോധ്യം ഉണ്ടായി. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ കണ്ട് പരാതി കൊടുത്തിട്ട് ഇതിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞത്.